ഇന്നങ്ങനെ പതിവ് പോലെ തന്നെ 5:30 എണീച്ചിട്ടുണ്ട്. കുട്ടികൾക്കിന്ന് മദ്രസ ഉള്ള ദിവസമാണ് കേട്ടോ. ഇന്നലെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്നലെ ലീവായിരുന്നു. അങ്ങനെ രാവിലെ ഓട്ടടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓട്ടടക്ക് വേണ്ടിയിട്ട് അരിയും അതേപോലെ ചോറും തേങ്ങയും കൂടി അരച്ചിട്ട് ഒരു എന്താ പറയുക വലിയ ലൂസായി പോകാണ്ട് കുറച്ച് മാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ പിന്നെ ലേശം ഓയിലും ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ചട്ടി ചൂടാകുന്ന നേരത്ത് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഓട്ടട ഉണ്ടാക്കൽ. ഗ്യാസ് കഴിഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ഫുൾ പണി നമ്മൾ ഈ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു ചട്ടിയിൽ തന്നെയാണ് നമ്മൾ കറി വെക്കുന്നത്. അത് ഒന്ന് ഒഴിവായിട്ട് ഒന്നിൽ അങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ പിന്നെ കോവക്ക മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുരിങ്ങൻ്റെ ഇല ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് താളിച്ചെടുക്കണം. പിന്നെ അതും ഒഴിവാക്കിയിട്ട് പിന്നെ ആ ചട്ടിയിൽ തന്നെ ചിക്കനൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. ഇത് നമ്മൾ മൺചട്ടിയിലാണ് ഞാനിന്ന് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വേഗം വാർത്തതിന് ശേഷം നമുക്ക് ഒരടുപ്പ് തന്നെ ഉണ്ടായതുകൊണ്ട് പിന്നെ ഉള്ളല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുപ്പത്ത് തന്നെ നമുക്ക് കറി വെക്കാം. അപ്പോൾ ഒരു സംഭവം ആയി കഴിഞ്ഞിട്ട് വേറെ നമുക്കതിൽ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആ ചോറൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുകയാണ്. അതിന് ശേഷം കോവയ്ക്കൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഞാൻ വേഗം അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. മക്കളെയൊക്കെ പറഞ്ഞയച്ചതിന് ശേഷമാണ് ഈ ഒരു പരിപാടികളൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ തിരുമ്പാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ കുട്ടികൾ പറഞ്ഞതിന് ശേഷം പിന്നെ അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോഴത്തേക്കും നമുക്ക് ചോറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുട്ടികളപ്പോഴത്തേക്കും വന്നിട്ട് ഒരു 10:30 ആയപ്പോഴത്തേക്കും കുട്ടികളെത്തി. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചൂടോടെ നമ്മൾ കടി ഉണ്ടാക്കി എടുക്കാൻ കേട്ടോ. ബാക്കി കുറച്ച് നമുക്ക് മാത്രം വേണ്ടത് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ വന്നപ്പോൾ അവർക്കും കൂടി ഉള്ളത് ഉണ്ടാക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ കുട്ടികൾക്കും ചായ കൊടുത്ത് പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി പെറുക്കി വെക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇന്നലെ ചോറ് വെച്ച കുടുക്കയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ചെറിയൊരു കുടുക്കയാണ്. അപ്പോൾ ഇതിലാണ് ഇന്നലെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് കഴുകി വെക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വേറെ കുടുക്കയിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കയ്യോടെ കഴുകി വെക്കണം, അല്ലെങ്കിൽ തട്ടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊട്ടിപ്പോകും കേട്ടോ. പിന്നെ നമ്മൾ ഈ സ്ലാവിൻ്റെ അടിയിലാണ് ഞാൻ മൺപാത്രങ്ങളൊക്കെ കഴുകിയിട്ട് കമത്തി വെക്കാറ് കേട്ടോ. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മളതിൽ വീണ് പോയി അങ്ങനെ തട്ടി പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ തന്നെയാണ് ഞാൻ വെക്കാറ്. അങ്ങനെ പാത്രം കഴുകലും കടി ഉണ്ടാക്കലും ചായ കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കോഴികൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ ബീട്രൂട്ട് ഉപ്പേരി വെച്ചതായിരുന്നു. അപ്പോൾ ആരും അങ്ങനെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും പിന്നെ ചോറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വേസ്റ്റായി പോകാതെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുഴച്ച് ഉണ്ടാക്കുകയാണ്. അങ്ങനെ കോഴിക്കും ചോറൊക്കെ കൊടുത്ത് വന്നതിന് ശേഷം ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടോ. പിന്നെ അതാ നമുക്ക് കോവക്ക കുറച്ചധികം തന്നെ ഇന്നലെ മാമൻ്റെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അവിടെ ഉണ്ടായതാണ്. അപ്പോൾ ഇതിൽ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. പകുതി നമ്മൾ നാളെ ഒറ്റ എടുക്കാമെന്ന് വിചാരിച്ചാൽ. അപ്പോൾ പിന്നെ കുറച്ച് കരിവേപ്പിലയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് ഫ്രിഡ്ജിൽ ഒക്കെ ഒന്ന് ശരിയാക്കി വെക്കാമെന്ന് വെച്ചിട്ട് എടുത്തതാണ്. ബാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം. ബാക്കി പകുതി നമുക്ക് ഫ്രിഡ്ജിലും വെക്കാട്ടോ. പിന്നെ ഇത് മുരിങ്ങൻ്റെ ഇലയാണ്. അത് നമുക്ക് പകുതി എടുത്തിട്ട് ഒന്ന് താളിക്കുക. പിന്നെ നമുക്ക് ഉപ്പേരി വെക്കാം ഒരു ദിവസം എടുത്തിട്ട് അങ്ങനെ വിചാരിച്ചിട്ടുള്ള കേട്ടോ.